അപ്പം ഞാനും ഇന്ന് ആ വൈറലായിട്ടുള്ള ഫിഷ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി കേട്ടോ. കണ്ടപ്പോൾ എനിക്കും കൊതിയായിട്ട് വയ്യ. അപ്പം ഞാൻ ഇന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം ഞാൻ അടുപ്പിലേക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെയാണ് ചേർക്കുന്നത്. അപ്പം പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടെ വേണമെന്ന് തോന്നിയപ്പോൾ കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് വെച്ചേക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എണ്ണയും കൂടെ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതും ഒന്ന് ആ അരപ്പിലൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പുളിവെള്ളമാണ്. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം പുളിവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായി വരുന്ന ടൈമിലാണ് നമ്മൾ മീൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. സെറ്റായി അധികമൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ അയലയായിരുന്നു. അപ്പോൾ അയല വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ആ ഗ്രേവിയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കിടന്ന് ഒന്ന് സെറ്റായി വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൂടെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രേവിയിൽ ഇടുന്ന നന്നായിട്ട് മീനൊന്ന് ഇതായി വരുന്നുണ്ട്. അപ്പോൾ ചാറിങ്ങനെ കുറുകി കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ആ മീൻ അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് ഇങ്ങനെ കൊടുക്കണേ. അപ്പോൾ നല്ല സെറ്റായി ഒരുവിധം ഇതായി വരുന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചും കൂടെ എടുക്കാം. അധികം ഇട്ട് കരിക്കണ്ട, ഒരുവിധം നല്ല മൊരിച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.